രാംലീല മൈതാനത്ത് നടന്ന ഈ അഴിമതിക്കെതിരെ ഉള്ള വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു പാർട്ടിയാണ്. അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിക്ക് ആളുകൾ കൊടുത്ത സ്വീകാര്യത എന്ന് പറയുന്നത് വളരെ ചെറിയ കാലത്തിനിടെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിക്ക് വളർന്ന് വികസിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയം കുറച്ചും കൂടി സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായപ്പോഴാണ് BJP അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കരുക്കൾ ആരംഭിച്ചത്. ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്തായിരുന്നു BJP കെജ്രിവാളിനെതിരെയുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിക്കുന്നു. BJP എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് രാജ്യ തലസ്ഥാനത്ത് അധികാരമില്ല എന്നുള്ളതായിരുന്നു മോദിയെയും അമിത്ഷായെയും പോലുള്ള വലിയ നേതാക്കന്മാരെ അസ്വസ്ഥരാക്കിയിരുന്നത്. നമസ്കാരം. നമുക്കറിയാം, ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചൊരു സംഭവമാണ് ഡൽഹി മദ്യനയ അഴിമതി കേസ്. ഒരു മുഖ്യമന്ത്രി, അതും അഴിമതിക്കെതിരെ പോരാടിയ ഒരു മുഖ്യമന്ത്രി അഴിമതി കേസിൽ അകത്താക്കുന്നു. പിന്നീട് അദ്ദേഹം കുറ്റമുക്തനായി പുറത്തു വരുന്നു. ഇതുവരെ നമുക്കറിയാം, ഇന്നും അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ജഡ്ജിയെ മാറ്റണം എന്നുള്ളൊരു ഹർജിക്ക് കൊടുത്ത് സ്വയം ബാധിച്ച സംഭവമുണ്ട്. അപ്പം നമ്മളിത് പരിശോധിക്കുമ്പോൾ കേജ്രിവാൾ വിമുക്തനാണോ അല്ലെങ്കിൽ കുറ്റക്കാരനാണോ ഉള്ളത് മാറ്റി നിർത്തിയാൽ ഈ ഒരു സംഭവം കൊണ്ട് BJP അല്ലെങ്കിൽ കേന്ദ്രം ഉദ്ദേശിച്ച കാര്യം നടന്നു എന്ന് വേണമെങ്കിലും പറയാം. കാരണം അതിനുശേഷം ആം ആദ്മി പാർട്ടിയുടെ ഒരു അവസ്ഥ നമുക്ക് നോക്കാം. കേജ്രിവാൾ ഇല്ലാതായി, ആ പാർട്ടി തന്നെ ഏകദേശം നാമാവശേഷമാവുന്ന ഒരു അവസ്ഥയാണ്. സത്യത്തിൽ ഈ BJPയുടെ ഈ ഒരു നയം ഇന്ത്യക്ക് ഭാവിയിൽ ഏക പാർട്ടി രീതിയിലേക്കൊക്കെ എത്താവുന്നൊരു അപകടകരമായ ഒരു അവസ്ഥയല്ലേ? തീർച്ചയായും. കാരണം ഈ ആം ആദ്മി പാർട്ടിയുടെ വരവിനെ നമുക്കറിയാം. രാംലീല മൈതാനത്ത് നടന്ന ഈ അഴിമതിക്കെതിരെ ഉള്ള വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു പാർട്ടിയാണ്. അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. വളരെ ചെറിയ കാലത്തിനുള്ളിൽ തന്നെ ഡൽഹിയിലെ ഭരണം പിടിക്കുന്നു. അതിനുശേഷം അവർ പഞ്ചാബിൽ ഭരണം പിടിക്കുന്നു. ഗുജറാത്തിലേക്ക് അവരുടെ രാഷ്ട്രീയം കടക്കുന്നു. അവർ പല സ്ഥലങ്ങളിലും ആ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടക്കും. നമുക്കറിയാം, ഗോവ തെരഞ്ഞെടുപ്പിലടക്കം അവർ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പല സ്ഥലങ്ങളിലൊക്കെ അവർ 2ാം സ്ഥാനത്താവുന്നു. ഈ രാഷ്ട്രീയം കുറച്ചും കൂടി സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായപ്പോഴാണ് BJP അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കരുക്കൾ ആരംഭിച്ചത്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം BJP എതിർക്കുന്ന എല്ലാ പാർട്ടികളെയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുക, നേതാക്കന്മാരെ അവർക്കെതിരെ കേസെടുക്കുക, അവരുടെ ഭവനങ്ങളിൽ റെയ്ഡ് നടത്തുക, അതുപോലെ തന്നെ CBIയെ കൊണ്ട് കേസെടുപ്പിക്കുക. ഇത്തരത്തിലുള്ള ED, CBI പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ തകർക്കുക എന്നുള്ളത് ഇത് നേരത്തെ കോൺഗ്രസും സ്വീകരിച്ചിട്ടുള്ളൊരു നയമാണ്. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് ആളുകൾ കൊടുത്ത സ്വീകാര്യത എന്ന് പറയുന്നത് വളരെ ചെറിയ കാലത്തിനിടെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിക്ക് വളർന്ന് വികസിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഡൽഹിയിൽ ഭരണം പിടിച്ചത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. നമുക്കറിയാം, ഡൽഹിയിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണെങ്കിൽ പോലും ഡൽഹിയിലെ ചേരികളിലും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾക്കിടയിലും വലിയ ശക്തിയായി ഈ ആം ആദ്മി പാർട്ടി മാറുന്ന ചിത്രം നമ്മൾ കണ്ടത്. ഇതോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാളിനെ തകർക്കുക, അതോടുകൂടി ആം ആദ്മി പാർട്ടി തകരും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. ഈ 2 വർഷം മുന്നേ, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചായിരുന്നു ഈ ഡൽഹി മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. സിസോദിയെ ആദ്യം അറസ്റ്റ് ചെയ്തു, രണ്ടാമതാണ് ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കവിത എന്ന് പറഞ്ഞാൽ ആന്ധ്ര പൊളിറ്റിക്സിൽ ഒരു കാലത്ത് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു മകൾ ആയിരുന്നു എന്നുള്ളത് കൊണ്ടും അവരായിരുന്നു ഈ മദ്യനയത്തിലെ ഇടനിലക്കാരിയായി വർത്തിച്ചിരുന്നത്. കാരണം ഡൽഹിയിൽ മദ്യവിൽപ്പന കുറച്ചും കൂടി സുഗമമാക്കുക, അതുപോലെ തന്നെ മദ്യ വിൽപ്പനയിലുള്ള സർക്കാരിൻ്റെ ഈ ഇടപെടൽ ഇല്ലാതാക്കുക, അതോടുകൂടി മദ്യം യഥേഷ്ടം വിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മദ്യക്കമ്പനികൾക്ക് സൗകര്യമൊരുക്കുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. അന്ന് തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൂടുതൽ പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് കെജ്രിവാൾ ഈ മദ്യക്കമ്പനികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്നും വൻതോതിൽ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു EDയുടെ കണ്ടെത്തലും EDയുടെ കേസും. ED കേസെടുത്തിട്ട് തന്നെ 2-3 പ്രാവശ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതല്ലാതെ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്തായിരുന്നു BJP കെജ്രിവാളിനെതിരെയുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിക്കുന്നു. BJP എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ. അതിൻ്റെ ഭാഗമായാണ് ED അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യുകയും, ആദ്യം റെയ്ഡ് ചെയ്യുന്നു, അദ്ദേഹത്തിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി പറയുന്നു, അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല. പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് ജയിലിൽ പാർപ്പിക്കുന്ന ചിത്രമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഷോർട്ട് ടൈം മാത്രമാണ് പുറത്തിറങ്ങി രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള അവസരം ലഭിച്ചത്. നിബന്ധനകളോടുകൂടിയായിരുന്നു അന്ന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്.
പക്ഷേ പിന്നീട് നമ്മൾ കണ്ടു അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കുകയും പിന്നീട് ആദ്യം ജാമ്യം കൊടുക്കുന്നു, പിന്നീട് അദ്ദേഹത്തിന് ഈ കേസിൽ തന്നെ അദ്ദേഹത്തിന് പങ്കാളിത്തമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റവിമുക്തമാക്കുന്നു. പക്ഷേ ED നേരത്തെ അയച്ച നോട്ടീസിൽ ഹാജരാവാതിരിക്കാൻ വേണ്ടി തന്ത്രപൂർവമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാണ് ആ കേസായിട്ട് ഇപ്പം നിലനിൽക്കുന്നത്. ഈ കേസ് കേൾക്കുന്നതിൽ നിന്നും ജഡ്ജി പിന്മാറണം എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇന്ന് സുപ്രീം കോടതിയിൽ കോട്ടണിഞ്ഞത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിചിത്രമായ സംഭവം. കാരണം ഒരു കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ നടപടിയെ പിന്നീട് ED തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു. ED ചോദ്യം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണം എന്ന് പറയുന്നത് ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നു, രാഷ്ട്രീയപരമായുള്ള ചില പക്ഷപാതിത്വം അദ്ദേഹത്തിന് ഉണ്ട്, ജഡ്ജിക്കുണ്ട്. അതുകൊണ്ട് ഈ കേസ് കേൾക്കുന്നതിൽ നിന്നും ഇത് ഒഴിവാക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ഒരു കേസിന്റെ പിന്നാമ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം കൃത്യമായിട്ട് ഈ ഇന്ത്യ മുന്നണി രൂപീകരിക്കുകയും ഇന്ത്യ മുന്നണിയിൽ വളരെ കൃത്യമായ നിലപാടുകളുള്ള പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറുകയും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി പിന്നീട് ഇന്ത്യ മുന്നണിയുടെ തന്നെ നേതൃത്വം ചിലപ്പോൾ ഏറ്റെടുത്തേക്കാം എന്നുള്ള നിലയിൽ വരെ വന്നു എന്നുള്ളതാണ് BJPയെ ശരിക്കും ഭയപ്പെടുത്തിയത്. അതെ, കോൺഗ്രസിന് ബദലായിട്ട് ഈ ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ ആകമാനം പടർന്ന് പന്തലിച്ചേക്കാം എന്നുള്ള ഒരു ഭയം BJPയെ ശരിക്കും കീഴടക്കിയിരുന്നു എന്നുള്ളത്. ഇതേ ഭയം പിന്നീട് കോൺഗ്രസിനുണ്ടായി. അങ്ങനെയാണ് ഈ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതും. ഡൽഹിയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആരായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആം ആദ്മി പാർട്ടിയായിരുന്നു. ഇവർ തമ്മിലുണ്ടായിരുന്ന അനൈക്യമാണ് പിന്നീട് BJPക്ക് ഡൽഹിയിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ഇപ്പൊ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് രാജ്യ തലസ്ഥാനത്ത് അധികാരമില്ല എന്നുള്ളതായിരുന്നു മോദിയെയും അമിത്ഷായെയും പോലുള്ള വലിയ നേതാക്കന്മാരെ അസ്വസ്ഥരാക്കിയിരുന്നത്. ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള വലിയ അഴിമതി ആരോപണം ഉന്നയിക്കുകയും അദ്ദേഹത്തിനെ ജയിലിൽ ആക്കുകയും ഒക്കെ ചെയ്തത്. ഇത് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് ഈ പോരാട്ടം, അതായത് ഈ അരവിന്ദ് കെജ്രിവാൾ നടത്തുന്ന ഈ പോരാട്ടം ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കുമെന്നാണ് നമ്മളിൽ കാണേണ്ടത്. ഈ കേന്ദ്ര ഏജൻസികളൊക്കെ ഒരു തവണ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും വിടില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം ആ കേസുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ ഒരു കേസിൽ നിന്ന് കേജ്രിവാൾ എങ്ങനെയും പുറത്ത് കടന്നാൽ തന്നെ മറ്റൊരു കേസിൽ കൊടുക്കും. കാരണം അതിനൊക്കെയുള്ള നൂലമാലകൾ ഓൾറെഡി അവിടെ ഇട്ട് വെച്ചിട്ട് എന്നുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പം ഈ കേന്ദ്ര ഏജൻസികളെ വെച്ചിട്ടുള്ള ഒരു വേട്ടയാടൽ കുറച്ച് കാലമായി ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി പിന്തുടരുന്ന ഒരു രീതിയാണ്. ഇനി ഈ ഒരു രീതി കീഴ്വഴക്കം ഇതിങ്ങനെ തുടർന്ന് പോകല്ലേ ചെയ്യുള്ളൂ. ആക്ച്വലി തീർച്ചയായും കേജ്രിവാളിന് ഒരിക്കലും ഇതിൽ നിന്നൊരു മുക്തനാവാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടാവും. ശരി, അല്ല കേജ്രിവാളിന് മുക്തനാവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിന് മുക്തനാവാൻ പറ്റും. പക്ഷെ നമ്മളിതിൽ കാണേണ്ടത് ഈ കേജ്രിവാളിന്റെ എല്ലാ നീക്കങ്ങളെയും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. കാരണം അദ്ദേഹം വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കേസല്ലെങ്കിൽ മറ്റൊരു കേസെങ്കിലും എടുത്ത് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയിട്ട് BJP ചില നീക്കങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇപ്പോൾ BJP അദ്ദേഹത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കാത്ത അദ്ദേഹം ഭരണത്തിലില്ല. ഡൽഹിയിലെ ഭരണം പിടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ രാഷ്ട്രീയമായ ലക്ഷ്യം. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് BJP എത്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത്ര രൂക്ഷമായ രീതിയിലേക്ക് കെജ്രിവാളിനെതിരെ നീക്കം നടക്കാത്തത്. ഏതെങ്കിലും തരത്തിൽ ഇവർ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ തീർച്ചയായും ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല മറ്റ് നേതാക്കന്മാർക്കെതിരെയും വീണ്ടും നീക്കങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം ഈ പഞ്ചാബിൽ ഭരണം ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും ഭരിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഇവർ രണ്ടുപേരും അല്ലാത്തൊരു കക്ഷി അവിടെ ഭരണത്തിലുണ്ടാകുന്നു. പക്ഷെ അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധത്തിലാണ്. വരുന്ന ആളുകളിൽ എന്താവും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ BJPക്ക് അവിടുത്തെ പഞ്ചാബിലെ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. നേരത്തെ തന്നെ പല ആളുകളെയും അവർ ചാക്കിട്ട് പിടിക്കാനും വലിയ കുതിരക്കച്ചവടത്തിനൊക്കെ നീക്കം നടത്തിയിരുന്നെങ്കിൽ പോലും പഞ്ചാബിൽ ഒരു വലിയ കുതിരക്കച്ചവടം നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് BJPയുടെ ഏറ്റവും വലിയ പരാജയം. അപ്പോൾ അടുത്ത തവണയെങ്കിലും പഞ്ചാബിലെ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള BJP ലക്ഷ്യമാണ്. ഒരുപക്ഷെ ഇനി ആം ആദ്മി പാർട്ടിയുടെ നേതാവ് എന്നുള്ള രീതിയിൽ കെജ്രിവാളിനെതിരെ ആയിരിക്കില്ല അടുത്ത നീക്കം, പഞ്ചാബ് മുഖ്യമന്ത്രിക്കെതിരെ ആയിരിക്കും എന്നാണ് നമ്മളിൽ കാണേണ്ടത്. പക്ഷേ അത് ഇപ്പോഴല്ല, ഇലക്ഷനോടനുബന്ധിച്ചായിരിക്കും അവർ കേസുമായി വരിക. ഇലക്ഷൻ സമയത്ത് കേസ് ഉണ്ടാവുകയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും EDയെ കൊണ്ടോ അല്ലെങ്കിൽ CBIയെ കൊണ്ടോ ഈ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക, അതിനുശേഷം കാരാഗൃഹത്തിലിട്ട് അദ്ദേഹത്തിന്റെ ജനപ്രീതിക്ക് പൂർണ്ണമായും തടയിടുക എന്നൊരു നീക്കമായി
എന്തായിരിക്കും അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ശക്തരായി തിരിച്ചു വരും എന്ന് തന്നെയാണ്. അതിനുള്ള ചില തിരിച്ചുവരവ് നമുക്ക് ആവശ്യമാണ്. തീർച്ചയായും കെജ്രിവാൾ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചിട്ടും നമുക്കറിയാം ഈ പല സ്ഥലങ്ങളിലും പല കുൽസിത ശ്രമത്തിലൂടെയും BJP അധികാരം പിടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതിന് എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും. അപ്പോൾ ഇത്തരം മാർഗങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനും വ്യക്തതയോടുകൂടി രാഷ്ട്രീയ നീക്കം നടത്താനും പ്രാപ്തിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ വരവ് അത്യന്താപേക്ഷിതമാണ് എന്നത് മാത്രമല്ല, ഒരു പ്രതിപക്ഷ നിര അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ചിലപ്പോൾ ഇനിയും വന്നുകൂടായികയില്ല. കാരണം ഇപ്പോൾ നിലവിൽ കോൺഗ്രസും അരവിന്ദ് കെജ്രിവാളും രണ്ട് ചേരികളിലാണെങ്കിൽ പോലും ഒരു നിർണായക ഘട്ടത്തിൽ വീണ്ടും ഇവർ ഒരുമിച്ച് കൂടായികയുമില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിലേക്ക് ചിലപ്പോൾ വീണ്ടും ഒരു വലിയ തരത്തിൽ യോജിച്ചുകൂടായികയില്ല എന്നും കൂടി കാണണം. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ എല്ലാ കാലത്തും പിന്തുണച്ചിരുന്നത് മമതാ ബാനർജി ആയിരുന്നു. മമതാ ബാനർജി ഇത്തവണ പശ്ചിമ ബംഗാൾ വീണ്ടും ബഹുഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഇവർ തമ്മിൽ വീണ്ടും ഒരു കോർഡിനേഷൻ ഉണ്ടാവും. ഇന്ത്യയിൽ മറ്റൊരു തരത്തിലുള്ള പ്രതിപക്ഷ ഐക്യം ചിലപ്പോൾ ഉണ്ടായിക്കൂടായികയില്ല. അത് വരും നാളുകളിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്ന ഒരു കാഴ്ച മാത്രമാണ്.